ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഓൾറെഡി 2-3 വീഡിയോസ് അടുത്ത് വന്നു ഇന്നലെ പിന്നെ അതൊക്കെ ആയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നതാണ്. അതായത് ഞാൻ കുറച്ച് സാധനങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിരുന്നു, അതിൻ്റെ അൺബോക്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഓർഡർ ചെയ്തതാണ് ആ സാധനം. അപ്പോൾ അത് എന്താണെന്നൊക്കെ രണ്ട് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു, അത് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഇന്ന് നമുക്ക് വേറെ വീണ്ടും രണ്ട് സാധനങ്ങൾ കൂടി നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ടെൻറ്റും ഒരു യോഗ മാറ്റും കൂടിയാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് എന്താണെന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടെൻറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബാഗിലാണ് ഇത് നമുക്ക് പാക്ക് ചെയ്ത് വന്നിട്ടുള്ളത്. ടെൻറ്റ് നല്ല ബാഗൊക്കെയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ടെൻറ്റ്. പിന്നെ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം യൂട്യൂബ് നോക്കിയിട്ട് ചെയ്ത് നോക്കി. സാധനം വലിയ ക്വാളിറ്റി ഒന്നും കാണുന്നില്ല. അതായത് പിന്നെ ഇതിൻ്റെ അടിയിൽ ആ ഒരു ലെയർ വരുന്നത് അതൊന്നും വലിയ ക്വാളിറ്റി തോന്നുന്നില്ല. അടിയിലുള്ള ആ ഒരു തുണി അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായത് വെള്ളം കയറില്ല എന്നൊക്കെയാണ്. പക്ഷെ എന്താവുമെന്ന് നോക്കണം. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായത് വെള്ളം കയറില്ല എന്നൊക്കെയാണ്, എന്താവുമെന്ന് നോക്കണം. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ വന്നത് ഇതിൻ്റെ ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഒരു പിന്നാണിത്, ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഇതിന് കണിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം. ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. നല്ല കാറ്റ് പിടിക്കുന്നുണ്ട്, പറന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഈ ഒരു കാണുന്ന കമ്പി നമ്മൾ ഇതിനകത്തോട്ട് കയറ്റി എടുക്കുകയാണ്. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് കയറിപ്പോകാനുള്ള സാധനമാണ്. അത്രയ്ക്കും ലോ ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം റേറ്റ് എത്രയാണ്? 1649 രൂപയുടെ സാധനമാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇത്രയും ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ഇതിങ്ങനെ കയറ്റി വെച്ചിട്ടായിട്ട് അടുത്തത് കൂടി ഇതിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കണം. ഇതിങ്ങനെ ഇൻറ്റു പോയിൻ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതായത് രണ്ട് ഭാഗത്തോട്ട്, അതായത് ഇങ്ങനെ ഒന്ന് ക്രോസ് ആ ഒരു ഇൻറ്റു മാർക്ക് പോലെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഇതിൻ്റെ ഈ കാലിൻ്റെ ഒരു ഭാഗം നമ്മളിത് ഇവിടെ ഇങ്ങനെ പോയിൻ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ 2 പോയിൻ്റ് ഉണ്ട്, 2 ഹോൾസ് ഉണ്ട് ഇവിടെ. അതിനകത്ത് ഇതിലാണ് ഇത് കയറ്റേണ്ടത്. കമ്പി ഭാഗം ഇതിലിങ്ങനെ വെച്ചു. ഇവിടെ ഇങ്ങനെ 4 ഭാഗത്ത് ക്ലിപ്പിലോട്ട് ജോയിൻ ചെയ്ത് വെച്ചു. അതായത് ഇവിടെ 2 ഹോൾസ് ഉണ്ട്, അതിലോട്ട് ഒന്നിനകത്തോട്ട് കയറ്റി വെച്ചു. അതേപോലെ തന്നെ എല്ലാ സൈഡിലും ആ സെയിം ഹോൾസിലോട്ട് നമ്മൾ കയറ്റി വെച്ചു. പിന്നെ ഇത് വന്നിട്ട് ഇവിടെ വെക്കാനുള്ളതാണെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് അറിഞ്ഞു ഇവിടെ വെക്കാനുള്ളതാണെന്ന് എനിക്ക് തോന്നിയതാണ്.
നമുക്ക് അകത്തോട്ട് വെയിലൊക്കെ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ അവിടെ വെക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയിട്ടില്ല. ഇവിടെ വെക്കാൻ നോക്കി, അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സാധനം ഇപ്പുറത്തെ ഭാഗത്ത് പൊട്ടിപ്പോയി. ഇവിടെ ഇപ്പം തന്നെ ആദ്യം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോയി, ഇത് കണിക്കാൻ നോക്കിയിട്ട്. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും ലോ ക്വാളിറ്റിയിലുള്ള ഒരു സാധനമാണ്. ഇത് ഉപയോഗിക്കാൻ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല. ഉപയോഗിക്കാൻ ഭയങ്കര മോശമായിരിക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതായത് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ടെൻറ്റ് വാങ്ങരുതെന്നാണ് അഭിപ്രായം. കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള നോക്കിയിട്ട് വാങ്ങണം. ഓക്കെ, നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കിയാൽ മനസ്സിലാവും. നോക്കൂ, ഈ ഒരു ഇതൊക്കെ വരുന്നത് ഭയങ്കര ക്വാളിറ്റി കുറവുള്ള സാധനം പോലെയാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു വേറെ തന്നെ ഒരു പ്രത്യേകത, ഒരു പ്ലാസ്റ്റിക് പോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കവറില്ല, അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നത്. വെള്ളം കയറില്ല എന്നാണ് പറയുന്നത്, വെള്ളം കയറില്ലായിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും ചെറിയ കാടുള്ള പ്രദേശത്ത് അടിച്ചാൽ പെട്ടെന്ന് തന്നെ അടി കയറി പോകാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ കാണുന്ന ഈ ഒരു ഭാഗം നമ്മളിവിടെ കെട്ടി വെക്കുകയാണ്. ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ചു. പിന്നെയുള്ള അതിനുശേഷം ഇത് ഈ കാണുന്ന ഇത് നമ്മൾ ഇതിനകത്ത് മണ്ണിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാറാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ ഇറക്കി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് ഇവിടെ കണിക്കാൻ പറ്റില്ല. ഈ ടെൻറ്റ് പറന്ന് പോകുന്നതിനൊക്കെ ആയിട്ട് സപ്പോർട്ടായിട്ട് വെക്കുന്ന സാധനമാണ് ഇത് 4 ഭാഗത്ത് ഇതേപോലെ കുത്തി ഇറക്കി വെക്കുക മണ്ണിലോട്ട്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, എനിക്കിത് മുമ്പ് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാനിത് യൂട്യൂബിൽ വേറെ മറ്റ് വീഡിയോസൊക്കെ കണ്ടിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഈ ടെൻറ്റ് നമുക്ക് ഉണ്ടാവുന്നത്. ചെയ്ത് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എങ്ങനെ ഇത് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് വെള്ളം കയറില്ല എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. കാരണം ആ ഒരു കവർ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും കൊണ്ടിട്ട് പരിക്ക് പറ്റിയിട്ട് ഇതിനകത്ത് തുള വീഴാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വെള്ളം കയറില്ല, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അതിലൂടെ വെള്ളം ഒഴിച്ചിട്ട് നോക്കാം. ശരി, ഇതിനിടയിലൂടെ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളം നന്നായിട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. മഴ പെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിലുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നന്നായിട്ട് തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. വളരെ നന്നായിട്ട് തന്നെ വെള്ളം അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ലോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇനി ഞാൻ വാങ്ങി, ഇനി വാങ്ങുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിട്ട് ഈ ടെൻറ്റ് വാങ്ങാതിരിക്കുക. ഈ ടെൻറ്റ് വാങ്ങാതിരിക്കുകയാണ് നല്ലത്. ഓക്കെ, ഞാനിപ്പോൾ ഇത് റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ ചെയ്തിട്ട് ഇപ്പോൾ ഇനി കൂടുതലുള്ളത് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം റിട്ടേൺ ചെയ്യുന്നില്ല. ഇത് തന്നെ ഉപയോഗിക്കാൻ പോകണം മുമ്പോട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഇത് 2 പേർക്കുള്ള ടെൻ്റാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിരുന്നാലും ഹൈറ്റ്, അതായത് ഇതിൻ്റെ നമുക്ക് ഒരാൾക്ക് കിടക്കാനുള്ള നീളം കാല് ടച്ച് ആവുന്നുണ്ട്, ഭയങ്കര ഇതാവുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ ഈ ടെൻറ്റിന് നമ്മൾ കൂടെ കൂട്ടിയേ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, മുമ്പോട്ട് ഇത് കൂട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ടെൻറ്റ് തന്നെ ആയിട്ട് മുമ്പോട്ട് പോകാനാണ് ഉദ്ദേശം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ടെൻറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയാം. ഓക്കെ ഗൈസ്, ഇതെന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ഇത് വിക്ടറിയാണ്. ഇത് തോറ്റുപോയി എന്നാണ്. ഈ ടെൻറ്റ് ഞാൻ വാങ്ങിയിട്ട് ഞാൻ തോറ്റുപോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വാങ്ങിയ ടെൻറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തു. അൺബോക്സ് ചെയ്തിട്ട് എന്താ പറയുക, ഇത് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു, നോക്കി ട്രൈ ചെയ്ത് നോക്കി, അകത്തൊക്കെ കയറി നോക്കി. പക്ഷേ എന്താ പറയണ്ടേ, ഇത് വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. അത്ര 1649 രൂപയുടെ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള പിന്നെ ഈ ഒരു വിലക്കുള്ള സാധനങ്ങൾ നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റെവിടെ നിന്നായിട്ട് ടെൻറ്റുകൾ വാങ്ങാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്.
കാരണം വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അത് ഉപയോഗത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള അല്ലെങ്കിൽ ഒരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. കാര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇത് തന്നെ കണ്ടില്ല, ഒരു മഴ പെയ്ത് സ്ഥലത്ത് ഒരു പാട്ടിലുള്ള ഒരു വെള്ളമാണ് ഒഴിച്ചേ ഉള്ളൂ. അപ്പോൾ അകത്തോട്ട് നല്ലോണം വെള്ളം കയറി, ഇപ്പോൾ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുകയുള്ളത്. അകത്തോട്ട് നല്ലോണം വെള്ളം കയറി. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇത്രയും ചെറിയ ക്വാളിറ്റിയിലോട്ട് എൻ്റെ ആരും വാങ്ങരുത്. മാക്സിമം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ വാങ്ങുക. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ടെൻറ്റിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല, ആരും വാങ്ങരുത്, അത്രേ പറയാനുള്ളൂ. നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാങ്ങാം. അല്ലാതെ ഔട്ട്ഡോറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഒരിക്കലും വാങ്ങരുത്. കാരണം ഭയങ്കര മോശം പ്രൊഡക്റ്റാണ്. ചെറിയ റേറ്റ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കും ചെറിയ റേറ്റേ ഉള്ളൂ, അത് നല്ല സാധനമായിരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നത്, പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളിത് വാങ്ങരുത്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അൺബോക്സിങ്ങിൻ്റെ ഈ ഒരു വീഡിയോസ് നമ്മൾ ഇനിയും മുമ്പോട്ട് 2-3 സാധനങ്ങൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൺബോക്സിൻ്റെ വീഡിയോസ് ഇനിയും 2-3 ദിവസങ്ങൾ കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിലെ ലിങ്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം നമുക്ക് ഇനി മുമ്പോട്ട് ഒരുപാട് സപ്പോർട്ടേഴ്സിന് ആവശ്യമുണ്ട്, നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ലിങ്ക് മാക്സിമം ഷെയർ ചെയ്യുക, നമ്മുടെ എല്ലാ വീഡിയോസും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുക. ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക. നല്ല നല്ല പുതിയ പുതിയ വീഡിയോസുകൾ ഈ ചാനലിൽ വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.